പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നുരയിടുമലയിൽ നമുക്ക് തുഴയാൻ അമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. എന്തിനാണ് ഈ പാട്ട് ഇപ്പം പാടിയെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം പണ്ട് ഓണത്തോടനുബന്ധിച്ച് എന്ത് പരിപാടി നടന്നാലും ഈ പാട്ട് മാൻഡേറ്ററി ആയിരുന്നു. പ്രത്യേകിച്ച് ഓണം സ്പെഷ്യൽ പ്രോഗ്രാമുകളുടെ അഡ്വർടൈസ്മെൻ്റൊക്കെ ടി വിയിൽ കാണിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന പാട്ട് ഇതായിരിക്കും. അതിപ്പോൾ ഒരു ചാനൽ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ ചാനൽസിലും. പിന്നീട് സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ് അതിശക്തമായതോടെ ഓണമാവുമ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസും വാട്സപ്പ് സ്റ്റാറ്റസുമൊക്കെ അടക്കി ഭരിക്കുന്നതും ഇതേ പാട്ട് തന്നെയാണ്. അങ്ങനെ എല്ലാ ജനറേഷനിലുമുള്ള ആളുകളെ ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് 1998 പുറത്തിറങ്ങിയ ഒരു ആൽബം പാട്ടാണെന്ന് എത്ര പേർക്കറിയാം? ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണെങ്കിലും ഈ പാട്ടിനെ പറ്റി ഇന്നൊന്ന് സംസാരിക്കാം. തിരുവോണക്കൈനീട്ടം എന്ന ആൽബത്തിനു വേണ്ടി അന്നത്തെ കാലത്തെ ഏറ്റവും ഹിറ്റ് കോംബോ ആയിരുന്ന വിദ്യാസാഗർ ഗിരീഷ് പുത്തഞ്ചേരി കൂട്ടുകെട്ടിലാണ് ഈ പാട്ട് ഒരുങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഒട്ടുമിക്ക സിനിമാ പാട്ടുകളും വലിയ ഹിറ്റാവുമായിരുന്നു. അതെല്ലാം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. സിനിമയിലെ ആ ഹിറ്റ് കോംബോയുടെ മാജിക്ക് ഈ പാട്ടിലും വളരെ മികച്ച രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. കാലങ്ങൾക്കിപ്പുറം ഈ പാട്ടിലുള്ള ഫ്രഷ്നെസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. തിരുവോണക്കൈനീട്ടം എന്ന ആൽബത്തിലെ 2 ഡ്യുവറ്റ് സോങ്ങുകളിൽ ഒന്നായ ഈ പാട്ട് പാടിയിരിക്കുന്നത് ശ്രീ KJ യേശുദാസും സുജാത മോഹനും ചേർന്നാണ്. ചെറുപ്പത്തിൽ ഓണത്തിൻ്റെ ദിവസം വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് രാവിലെ അച്ഛൻ ടേപ്പ് റെക്കോർഡറിൽ ഈ പാട്ട് വയ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാട്ട് എപ്പോൾ കേട്ടാലും ആ കാലഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു പോകാറുണ്ട്. ഒരുപാട് വളർന്നതിന് ശേഷവും ഈ പാട്ട് പുതിയൊരു പാട്ട് പോലെ തന്നെ പോപ്പുലറായി നിൽക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. ഓണത്തിന് ഇതിനേക്കാൾ നല്ലൊരു വിവരണം വേറെയുണ്ടോ? കേരളത്തിൻ്റെ സാംസ്കാരിക ഉത്സവമായ തിരുവോണത്തിൻ്റെ എല്ലാവിധ ഭംഗിയും ഈ വരികളിൽ തെളിഞ്ഞു കാണാം. കൂടെ വിദ്യാസാഗറിൻ്റെ സംഗീതം കൂടി ചേർന്നപ്പോൾ ഈ പാട്ട് എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു മികച്ച പാട്ടായി മാറി. ഈ ആൽബത്തിലെ തന്നെ മറ്റു പാട്ടുകളും വളരെ ഗംഭീരമാണ്. ഇതുപോലെ നിങ്ങളുടെ ആദ്യ കേൾവിയിൽ തന്നെ ഓണത്തെക്കുറിച്ച് ഓർമ്മ വരുന്ന പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക്.